അപ്പൂപ്പ എന്നും രാത്രി നമ്മുടെ തോട്ടത്തില് ഒരു വെള്ള സാരി കൊടുത്ത് ഒരു പെണ്ണ് വരാറുണ്ടല്ല. അപ്പൂപ്പൻ അവളുടെ ഒരേ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവളാ നീ എന്താ രാവിലെ ചുമല ഷർട്ടൊക്കെ ഇട്ട് നീലേ? അയ്യോ നമ്മുടെ റബ്ബർ തോട്ടത്തിലാണോ വെള്ള സാരിയെ കൊടുത്ത്? അയ്യോ അത് യക്ഷിയാ യക്ഷി. ഇനി അപ്പൂപ്പന്റെ കൂടെ ഞാനും പറ്റേ? അയ്യോ പറ്റില്ല. നമ്മൾ യക്ഷിയുടെ അടുത്ത് ചെന്നാൽ യക്ഷി നമ്മൾ ആക്രമിക്കും, കടിച്ച് നമ്മുടെ രക്തം കുടിച്ച് ഡ്രാക്കുള. അല്ല യക്ഷിയെ നമുക്ക് പിടിക്കാൻ പറ്റുമോ? അയ്യോ യക്ഷിയെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. നമ്മൾ യക്ഷിയെ പിടിക്കുന്ന യക്ഷി നമ്മളെ പിടിക്കും. ഈ യക്ഷിക്ക് ഒരാളെയും പേടിയില്ല. പക്ഷെ ഈ യക്ഷിക്ക് നമ്മുടെ പട്ടാളക്കാരൻ കുട്ടപ്പൻ ചടഞ്ഞ് ഭയങ്കര പേടിയാണ്. പട്ടാളക്കാരൻ കുട്ടപ്പൻ ചടണ്ടല്ല ഈ ലീവിന് വന്നാണ്ടല്ല പിന്നെ യക്ഷി പരിസരത്ത് കാണില്ല. ഈ യക്ഷിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയല്ലേ? അപ്പൂപ്പോ എന്താന്നറിയില്ല, എവിടെ കുരുത്തക്കേട് ഉണ്ടായാലും അവിടെ എന്റെ കണ്ണു. അപ്പൂപ്പോ എനിക്ക് വേറൊരു സംശയം. അയ്യോ എന്നതാടാ? ഈ പല്ലി തലയിൽ വീണ വഴി. അത്രേ ഉള്ളോ? പല്ലിയോ? ഒരു തേങ്ങ തലയിൽ വീണിട്ട് നിന്റെ മുത്തശ്ശി കത്തിട്ടില്ലേ, പിന്നല്ലേ പല്ലി? ഈ അപ്പൂപ്പന് പറ്റിയ ഒരു തെറ്റായിരുന്നടാ നിന്റെ മുത്തശ്ശി. അപ്പൂപ്പ തെറ്റുപറ്റിയ തിരുത്തണം അപ്പൂപ്പ, തിരുത്തണം. ഇങ്ങനെ തിരുത്തും? ആശുപത്രി പോയാൽ മതിയേ. ആശുപത്രി പോയി തിരുത്തണമെന്ന് എങ്ങനെ? ഈ അപ്പൂപ്പനെ ഒന്നും അറിഞ്ഞു. വടക്കേ സുനി ചേച്ചിക്കുണ്ടല്ല തെറ്റുപറ്റിയിട്ടേ അത് തിരുത്തണമെന്നും പറഞ്ഞിട്ട് സുനിയുടെ അച്ഛൻ ഉണ്ടല്ല ആരും അറിയാതെ ആശുപത്രി കൊണ്ടുപോകണം ഞാൻ കണ്ടതല്ലേ. നീ അതും കണ്ടോടാ? എന്താന്നറിയില്ല, എവിടെ കുരുത്തക്കേട് ഉണ്ടാലും അത് എന്റെ കണ്ണിൽ പോയി. അപ്പൂപ്പ എനിക്ക് വേറൊരു സംശയം. ഇനി സംശയം ഉണ്ടോ നിനക്ക്? ഈ കല്യാണം എന്ന് പറയണെന്താ? മോനെ കല്യാണം അതൊന്നും അറിയാനുള്ള പ്രായം നിനക്കായിട്ടില്ല, മനസ്സിലായോ? എന്തിനാണ് അപ്പൂപ്പ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടത്? അയ്യോ മോനെ, ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരാണിനും ഒരു പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ കല്യാണം എന്ന് പറയുന്നത്, മനസ്സിലായോ? മോനെ ഈ ആദ്യ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാത്രികളുണ്ടല്ലോ. നവരാത്രി, ശിവരാത്രി, കാളരാത്രി, അതിലൊരു രാത്രിയാണ് ഈ ആദ്യ രാത്രി. അല്ല ആദ്യ രാത്രിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, പറഞ്ഞോ? ഇത് വലിയ ഗതികേടായല്ലോ ഇപ്പൊ ഇത്. മോനെ ഈ ആദിരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പൻ ആദിരാത്രി എന്ന് പറഞ്ഞ കംപ്ലീറ്റ് പവർ കട്ടായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ല, സത്യം. എന്റെ ദൈവമേ, ഇതിലും എത്രയോ ഭേദമാ ജോണിക്കുട്ടിയുടെ കുരുത്തം കെട്ട പയ്യൻ. എങ്ങനെങ്കിലും 4 അക്ഷരം പഠിപ്പിക്കാൻ നിർത്തണം ഞാനിവിടെ വന്നു. ഇവനോട് സമയത്ത് ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ എന്റെ ഉദ്യോഗം പോയത് തന്നെ. ഇന്നെങ്കിലും അച്ഛനെ വിളിച്ചോണ്ട് വരുമോന്നൊന്ന് അറിയട്ടെ. എന്താടാ ഇന്നും അച്ഛനില്ലാതാണോ സ്കൂളിലോട്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ എവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു? ക്ലാസ്സിന് വെളിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വെളിയിൽ നിർത്താനാണ് അച്ഛനെ കൊണ്ട് വരാൻ പറഞ്ഞത്. ക്ലാസ്സിനകത്തോട്ട് കയറ്റി വിടറാ. അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇപ്പോഴും അവന് കുഞ്ഞുകളിയാ. മോനെ അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഈ കുഞ്ഞു പറഞ്ഞു നിന്നെ എനിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നാൽ എന്നെ കാണണമെന്ന്. എടാ എന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരാനാണോ പറഞ്ഞത്? നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് കയറിയില്ലടാ, ഇങ്ങോട്ട് മാറിയെന്ന് എന്താ പറഞ്ഞേ? ഒരൊറ്റ കുത്ത് വിളിച്ചത്. എന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരാത്ത എന്താ? എന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരാത്ത എന്റെ അച്ഛൻ 5 വർഷമായിട്ട് ഗൾഫിലാ. എന്നാ പോട്ട്, അമ്മയെങ്കിലും വിളിച്ചോണ്ട് വരത്തില്ല? അമ്മ വിളിച്ചോണ്ട് വരാൻ പറ്റത്തില്ല. എന്താ? അമ്മ വിളിച്ചോണ്ട് വരാൻ പറ്റത്തില്ല. കാര്യം എന്താ? ഒരാഴ്ചയുള്ള അമ്മ പ്രസവിച്ചിട്ട് കിടക്കുവാ. അച്ഛനോടല്ല, അച്ഛൻ അങ്ങ് പോയി. ഇവനോട് എനിക്ക് കുറച്ച് കാര്യം പറയാം. കുഞ്ഞെ പശുവിനെ കറന്നോണ്ടിരുന്ന പശു എവിടെ പോവുക? ഓരോ കുരുത്തക്കാട് വെച്ചിട്ട് കമ്പണ്ണാക്കി ഞാൻ കുത്തിക്കയറ്റും, പറഞ്ഞ മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും കുറേശ്ശെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ രാവിലെ തൊട്ട് ഇവിടെ കാത്തിരിക്കുന്നു. ആടാതെ അവിടെ അടങ്ങി നില്ല്. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞോണം. പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്കോട് ചോദിക്കണം. ഞാനാണ് അധ്യാപകൻ 4 പേരെ ഉറക്കെ പറയുമ്പോൾ എനിക്ക് അഭിമാനം. വായിക്കയറ്റാതെങ്കിൽ വെളിയിലോട്ടിടും. അത് പാമ്പ് പോലും കിടക്കില്ല, അങ്ങോട്ട് മാറ്റിയിടും. കാണുമ്പോഴേ പേടിയാവുന്നു. രാവിലെ കെട്ടി തൂക്കി വന്നോളും. ഓരോ ചോദ്യം ചോദിക്കാൻ പോവാണ്. ആദ്യത്തെ ചോദ്യം എന്താണ്? ഉണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോ. നീ എവിടാ പഠിക്കുന്നത്? എല്ലാരും സ്കൂളിലാ പഠിക്കുന്നത്, എനിക്കറിയാം. എടാ നീ ഏത് സ്ഥലത്തായി സ്കൂള്? കുറിയന്നൂര്. കുറിയന്നൂര് സ്കൂള്.
ഞാൻ ആ ഒരു ചോദ്യം അതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കാം. കുറിയന്നൂർക്കാണോ ദൂരം അതോ ചന്ദ്രനിലേക്കാണോ ദൂരം? കുറിയന്നൂർക്കാ ദൂരം. ആദ്യം ശ്രദ്ധിച്ച് കേക്ക്, അതിന് മുമ്പ് തോക്കിനകത്ത് കയറി വെടി വെക്കാതെ. കുറിയന്നൂർക്കാണോ ദൂരം അതോ ചന്ദ്രനിലേക്കാണോ ദൂരം? കുറിയന്നൂർക്കാ ദൂരം. അതെങ്ങനെ കുറിയന്നൂർക്ക് ദൂരമാവും? സാർ അങ്ങോട്ട് നോക്കിയേ, വാതിലിനകത്തൂടെ മേലോട്ട് നോക്കിയേ, അതിന്റെ പേരെന്താ? അത് ചന്ദ്രൻ. ചന്ദ്രൻ. കുറിയന്നൂര് കാണിച്ചേ. ഞാൻ നിന്നെ പഠിപ്പിച്ചു, നീ എന്നെ പഠിപ്പിക്കാൻ പറ്റാ. പറഞ്ഞ മനസ്സിലായോ? അടങ്ങി നിന്നോണം അവിടെ. ഇതെന്നതാടാ? സ്കൂളിലെ ബാഴ്ച. ഏത് സ്കൂളിലെ പഠിച്ചു? ഹാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അത് ശരി. അവിടുത്തെ പ്രിൻസിപ്പാൾ ആരാ? അവിടുത്തെ പ്രിൻസിപ്പാള് ശംഭു. അവിടെ പഠിക്കുന്നുണ്ടോ? മൂച്ചന്തിനെ പറഞ്ഞു വിട്ടു. ആര്? തുളസി ടീച്ചർ. തുളസി ടീച്ചർ അവരോട് പറഞ്ഞില്ല കഞ്ചാവും കഥനോട് അങ്ങോട്ട് വന്നേക്കുന്നു. ഒരു സ്കൂളിലും പോകുന്നില്ല, ഇവിടെ നിന്ന് പഠിച്ചാൽ മതി. ഇവിടെ പഠിക്കുന്നു. ഇവിടെ നിന്ന് പഠിച്ചിട്ടേ നീ പഠിക്കുന്നില്ല, അന്നേരം അടുത്ത സ്കൂളിലോട്ട് പോകുന്നു. പിയൂണ് വരുന്നു. പിയൂണ്. എന്നാടോ ഇത്? ഒരു നോട്ടീസ് ഉണ്ട്. ഞാൻ വായിര്. ഈ വരുന്ന 15-16 സ്കൂളിന് അവധിയാണ്. നീ എന്തിനാ കടം തുള്ളുന്നത്? അല്ല എടാ, ഈ വരുന്ന 15 എത്ര? 16 അവധി ദിവസം കിട്ടിയ ഞാൻ കാത്തിരുന്ന എന്റെ കാർത്തിയാനിയെ കാണാൻ വേണ്ടി എനിക്ക് കിട്ടിയ 2 ദിവസം. പറഞ്ഞ മനസ്സിലായി? തുള്ളിച്ചാടല്ല. ആട്ടെ, ഈ 15ഉം 16 വിശേഷം ഒന്ന് പറഞ്ഞു. അന്ന് ശനി ഞായറുവാ. നിനക്ക് പറ്റിയത് അവനാ നിന്നെയൊക്കെ പഠിപ്പിക്കേണ്ട, ഞാനല്ല. എല്ലാ കാര്യങ്ങളും കുറേശ്ശെ അങ്ങോട്ട് ചോദിക്കാം. ഹോംവർക്ക് ചെയ്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഗിർന്നൊരു പടോ ഞാൻ മരിച്ചേക്കുന്നേ. നാവില് വെള്ളം ഊർന്ന് സത്യം പറഞ്ഞ. എന്ത് പറ്റി? കൊള്ളാം, നല്ലൊരു ബുൾസൈന്റെ പടമാണ് നീ വരച്ചോണ്ട് വന്നത്. ബുൾസൈന്റെ പടം? കൊള്ളാം, നല്ല ബുൾസൈൻ. അയ്യോ, ഞാനിത് ബുൾസൈയുടെ പടമല്ല വരച്ചേ, ഉദയസൂര്യൻ ഉദിച്ചു വരുന്ന പടമാണ്. ഞാൻ അവിടെ പടം വരച്ചോണ്ട് ഉദയസൂര്യ ഉദിച്ചു വരുന്ന ബുൾസൈൻ പോലാണ് വരച്ചോണ്ട് വരുന്നത്. ഇങ്ങോട്ട് നീങ്ങിയില്ലേ? നിന്നെ കുറിച്ച് നീ ആ ലില്ലി ടീച്ചർ പറയാനൊന്നുമില്ല. നിന്റെ കയ്യിലിരിപ്പതാ. പിന്നെ പറയായിരിക്കും. അതെന്താന്ന് ചോദിച്ചാ, ലില്ലി ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോ എനിക്ക് നിലത്ത് കിടന്നൊരു പേപ്പർ കിട്ടി. ഈ പേപ്പർക്ക് മടക്കി ഞാൻ ഒരു ആരോ ഉണ്ടാക്കി. ഈ ആരോ ഞാൻ ലില്ലി ടീച്ചർ അതേത്തോട്ട് വിട്ടു. അതെവിടാ ചെന്ന് കൊണ്ടെന്നറിയാവോ? ലില്ലി ടീച്ചറുടെ ബ്ലൗസ്. ഒന്നും പറഞ്ഞില്ലേ? അത് തന്നെ തിരിച്ചു പറഞ്ഞു. എന്ത് പറഞ്ഞു? ആരോ ഉണ്ടാക്കി അറിഞ്ഞില്ലെങ്കിൽ നിന്റെ കയ്യിലിരിപ്പതാ. പറഞ്ഞ മനസ്സിലായില്ലേ? പഠിക്കാനോ ബുദ്ധിയില്ല. എന്നാ കലാപരമായിട്ട് എന്തൊരാവെന്ന് പറഞ്ഞ ആ കലാപരം നിന്നെ പഠിപ്പിച്ചു. എന്താ അറിയാം? സാറ് പഠിപ്പിച്ച പാട്ട് പാടാൻ അറിയാം, മിമിക്രി കാണിക്കാൻ അറിയാം. അറിയാം. ഇതൊക്കെ ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ കാണിക്കാളാം. നീ യൂത്ത് ഫെസ്റ്റിവലിന് കാണിക്കണ്ട, ഇവിടെ കാണിച്ച് കൊള്ളാങ്കി അങ്ങ് യൂത്ത് ഫെസ്റ്റിവലിന് പോയാൽ മതി. സുരേഷ് ഒക്കെ കാണുമോ? ഏത് സുരേഷ്? ക്ലാസ്സിലെ സുരേഷ് ഒക്കെ. അവൻ കണ്ടോളും, നീ ഇതങ്ങോട്ട് ചെയ്യാൻ നോക്ക്. ചെയ്യട്ടെ. ആദ്യം എന്തോ ആദ്യമായിട്ട് കാണിക്കട്ടെ. എന്നാ കാണില്ല, എന്നതാ? പാട്ടും പാടാൻ മിമിക്രി കാണിക്കാം. രണ്ടും കൂടെ ഒന്നിച്ചാണോ? അല്ല, രണ്ടും രണ്ടായിട്ടാണ്. ആദ്യത്തെ ആദ്യം ഞാൻ പാട്ട് പാടാം. മാന്യ കലാസ്നേഹികളെ, നിങ്ങൾക്ക് എവർക്കും 3 ബിയിൽ പഠിക്കുന്ന നിയാസിന്റെ മിമിക്സ് പരേഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ആസ്വദിച്ചാലും. ആദ്യമായി സിനിമാടം സിനിമാടനല്ല, സിനിമാ നടന്മാർ. അവരുടെ സത്തം കേപ്പീര്. ആദ്യമായിട്ട് മമ്മൂട്ടി. മ്യൂസിക്. ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. ചന്തുവിനെ തോപ്പിച്ചിട്ടുണ്ട് പലരും. പാലാരിവട്ടം. ഞാൻ സുരേഷ് ഗോപിയുടെ ശബ്ദം കേൾപ്പിക്കാം. അത് പറ. മാറി, അപകടകാരിയാ. ഈ കൂട്ടത്തിലെ മറ്റേ പോലെ